ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ രണ്ട് കൈകൊണ്ട് കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ ചേച്ചി ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് മേടിച്ചിട്ട് പോയി ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ
രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ജയ് ജയ് ശ്രീ രാധേശ്യാം ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഇന്നത്തെ സത്സംഗം നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിലെ മുല്ലോർലി തേവരുടെ മുമ്പിൽ നമ്മൾ നാമജപം നടത്താറുള്ള നമ്മുടെ പ്രേമപുഷ്പാഞ്ജലി കുടുംബത്തിലെ ഉഷേച്ചിയുടെ അനിയത്തിയുടെ ഗൃഹത്തിൽ വച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് ഇവിടെ ഒരു സത്സംഗം നാമജപം വയ്ക്കുക എന്ന് തോന്നിയത് തന്നെ അത്രയ്ക്കധികം സുഹൃതമാണ്. ശരീരത്തിലെ രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുല്ലോർലി തേവരുടെ അവിടെ താമ്പൂല പ്രശ്നം നടന്നായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് പേരൊക്കെ താമ്പൂല പ്രശ്നത്തിന് അവിടെ വന്ന് പങ്കെടുത്തായിരുന്നു. അപ്പോൾ താമ്പൂല പ്രശ്നം നടത്താൻ കാരണം ഉണ്ടായത് എന്താണെന്ന് വിചാരിച്ചാൽ ആ ഓരോ ഗൃഹങ്ങളിലും അതായത് അമ്പലത്തിനോടനുബന്ധിച്ചിട്ട് നടത്തുന്ന ഒരുത്തരുണ്ടല്ലോ, അതേ അമ്പലത്തിൻ്റെ ആ ബന്ധത്തിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരുത്തരുടെയും ആ ഗൃഹങ്ങളിൽ ദുരിതങ്ങൾ, രോഗങ്ങൾ, അങ്ങനെ അസുഖങ്ങളൊക്കെ വന്നിട്ട് അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായപ്പോൾ അത് എന്തുകൊണ്ടാണ്, എന്തെങ്കിലും ഈശ്വരകോപമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രശ്നം വയ്ക്കുകയുണ്ടായത്. പക്ഷേ പ്രശ്നം ആദ്യത്തെ ആ രാശി വെച്ചപ്പോൾ തന്നെ പറഞ്ഞ ഭഗവാൻ സമ്പൂർണമായിട്ട് സന്തോഷമായിട്ടായിരിക്കണേ, ഭഗവാന് എല്ലാവിധത്തിലും തൃപ്തിയാണെന്ന്. ഈ രോഗങ്ങളും ദുരിതങ്ങളും വരുന്നതൊന്നും ഭഗവാന്റെ ഒരു കോപം കൊണ്ടുമല്ല എന്ന് അവിടെ അതിൽ കാണും. കാരണം ഈശ്വരകോപം കൊണ്ടല്ല, നമ്മൾ ചെയ്ത കർമ്മ പ്രാരാബ്ധങ്ങൾ അതിപ്പോൾ ഈ ജന്മമായിക്കൊള്ളണമെന്നില്ല, അതിനുള്ള പൂർവ്വജന്മത്തിലാവാൻ നമ്മൾ ചെയ്ത ആ കർമ്മത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കുകയാണ്. ശരീരം ലഭിച്ചിരിക്കുന്നത് തന്നെ സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളുടെ ആ ഏതൊക്കെയാണോ നമ്മൾ ആർജിച്ചിട്ടുള്ളത്, ആ ആർജിച്ചിട്ടുള്ള ഫാനിടണ്ട, ലൈറ്റ് ഇട്ടോളും. അപ്പോൾ നമ്മൾ ആർജിച്ചിട്ടുള്ള ആ ഒരു കർമ്മത്തിൻ്റെ, നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കാനാണ് ശരീരം. അപ്പോൾ ഈ ശരീരത്തിൽ ഇത് വന്നു ചേരാണ്ടിരിക്കില്ല, തീർച്ചയായിട്ടും വന്നു ചേരും. അതിപ്പോൾ നമ്മൾ നാമം ജപിച്ചാലും വന്നു ചേരും, നാമം ജപിച്ചില്ലെങ്കിലും വന്നു ചേരും. പക്ഷേ നാമം ജപിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം അപ്പോൾ ചോദിക്കുന്നു. പിന്നെ എന്തിനാ നാമം ജപിക്കണേന്നാണ് എല്ലാവർക്കും ചോദ്യം. പക്ഷേ ആ നാമം ജപിക്കുമ്പോഴാണ് നമുക്ക് ഇനിയും, കാരണം ഇത് ഒരു പൂർവ്വജന്മത്തിലെയും ഈ ജന്മത്തിലൊക്കെ ചെയ്ത കർമ്മങ്ങളുടെ പ്രാരാബ്ധമാണ് നമ്മുടെ ശരീരം അനുഭവിക്കുന്നത്. ആ ശരീരത്തിൽ വന്നു ചേർന്നിട്ടുള്ള കർമ്മപ്രാരാബ്ധങ്ങൾ തീരണം എന്നുണ്ടെങ്കിൽ നാമം ജപിക്കണം. നാമം ജപിച്ച് മാത്രമേ ശരീര പ്രാരാബ്ധങ്ങൾ തീർക്കുള്ളൂ. അപ്പം അത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് മരുന്ന് കഴിച്ച് മാറുന്നത് പോലെ ഭവരോഗം എന്നാണ് പറയുക നമുക്കിത്. അപ്പോൾ അത് തീരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാമം ജപിക്കാണ്ട് അത് തീരില്ല. ആ കർമ്മപ്രാരാബ്ധങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ള രോഗങ്ങൾക്കും ചികിത്സകൾ പറയും. വൈദ്യനെ കൊണ്ടുള്ള ചികിത്സ ഉണ്ടാവും. ചിലത് പറയും
എന്തെങ്കിലും പൂജാവിധികൾ മന്ത്രങ്ങളെ കൊണ്ട് തീരും, എന്തെങ്കിലും മന്ത്രം ജപിക്കാൻ പറയും, ചിലത് പറയും എന്തെങ്കിലും ഹോമങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യണം, ദുരിതങ്ങളുണ്ട്. ആ ദുരിതം ഇപ്പം ഇന്നലെ തന്നെ അവിടെ ചെയ്തപ്പോൾ പറഞ്ഞു, അവിടെയുള്ള ദുരിതങ്ങൾ എന്ന് വെച്ചാൽ ആ അമ്പലം പൂർവ്വ സമയത്ത് കിടന്നിരുന്ന സമയത്ത് അതിലെ പ്രേത വേർപാടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടൊന്നും അത് വിട്ടുപോയിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രിയകൾ കുറച്ചും കൂടി ഒരു തവണ ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മൾ. അപ്പോൾ അതെന്താ പറയണതെന്ന് വെച്ചാൽ അത്രയും അത് പരിശുദ്ധമായിട്ട് തീർന്നിട്ടില്ല. അപ്പോൾ അതിനെ ഒന്നും കൂടി ശുദ്ധി വരുത്തണം എന്നുള്ളതൊക്കെ പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഒരു ശരീരം എടുത്തിട്ട് ഇവിടെ വന്ന് നമുക്ക് വരണ ഓരോരോ കാര്യങ്ങളായാലും ശരി, നമ്മൾ ഒരു തവണ നാമം ജപിച്ചത് കൊണ്ടോ 2 തവണ നാമം ജപിച്ചത് കൊണ്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പം അത് ചെയ്യണം. ഇപ്പോൾ ഒരു അസുഖം വരുമ്പോൾ അതാ പറയുക. അപ്പോൾ അവർ പറയും ആദ്യം മരുന്ന് കഴിക്കാൻ പറയും. മരുന്ന് കഴിച്ചിട്ട് മാറാണ്ടാവണ ചില കാര്യങ്ങൾക്ക് ആദ്യമൊക്കെ അതാണല്ലോ കൂടുതൽ അപ്പോൾ അവർ പറയും, അവർ തന്നെ, കാരണം അതിൽ തന്നെ ആ ശാസ്ത്രത്തിൽ തന്നെ ഉണ്ട് മരുന്ന്, മന്ത്രം, അതുപോലെ ഹോമാദി പൂജകളൊന്നും ചെയ്തിട്ട് തീരാത്തത്, എന്നിട്ടും തീരാത്തതുണ്ടെങ്കിൽ നാമജപം, അതുപോലെ പുരാണ ശ്രവണങ്ങൾ, അതുകൊണ്ട് മാത്രമേ തീരുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ അമ്പലത്തിലെ പ്രശ്നത്തിലെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, അവിടെ ഇപ്പോഴും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇരിക്കാൻ, നിങ്ങളുടെ കർമ്മപ്രാരാബ്ധം അനുഭവിച്ചിട്ടും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണത് തന്നെ ഈ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഭഗവാനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മളുടെ നാമജപത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ആ നാമജപം ശരിക്കും ഈ ഒരു ക്ഷേത്രത്തിൽ വേണ്ട സമയത്ത് എത്രയോ കാലങ്ങൾ നമ്മൾ ഉഷേച്ചിക്ക് ഓർമ്മയുണ്ടാവും, എത്രയോ കാലങ്ങളായിട്ട് നാമജപം വേണം അമ്പലത്തിലെന്നുണ്ട് ഞങ്ങൾ നോക്കി. പക്ഷെ ആ സമയത്തൊന്നും സാധിച്ചില്ല. അപ്പം അത് വേണ്ട സമയത്ത് ഭഗവാൻ ഇതാ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. നമ്മളുടെ അത്രയും ഓരോരുത്തരുടെയും ഇപ്പോൾ ഈ ഗൃഹത്തിൽ വച്ചിട്ട് ഇങ്ങനെ നാമം ജപിക്കണം വെച്ചാൽ ആ വേണ്ട സമയത്ത് ഉചിതമായ സമയത്ത് തന്നെയോ ഭഗവാൻ അത് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. അതിനും പല തടസ്സങ്ങളും വരാനായിട്ട് ഉണ്ടെങ്കിലും അതാ ഒരു മുഹൂർത്തം മാത്രമല്ല, ഇതിനു മുമ്പ് പലതവണയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതാണ് ഈശ്വരൻ നിശ്ചയിച്ച മുഹൂർത്തം. അപ്പോൾ ആ നാമജപം കൊണ്ട് തന്നെയാണ് കർമ്മപ്രാരബ്ധങ്ങൾക്ക് തീരുള്ളൂ. കലികാലത്ത് ബാക്കിയുള്ളതിനേക്കാളൊക്കെ പ്രധാനം നാമജപം തന്നെയാണ് എന്ന്. അപ്പം അത് പ്രശ്നം വച്ചിട്ട് അവിടെ പറഞ്ഞ കാര്യങ്ങൾ പ്രശ്നം വയ്ക്കുന്നേക്കാളും മുമ്പ് നമ്മൾ സത്സംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം മഹാദേവൻ്റെ സാന്നിധ്യം ഇവിടെ കാണാനുണ്ട്. മഹാദേവൻ്റെ ഒരു ഇതുള്ളതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൽ ആ മഹാദേവൻ്റെ ഒരു പവറും കൂടി ഉണ്ട്. ഈ ക്ഷേത്രം ഇതായിട്ടുണ്ടെങ്കിൽ ആ മഹാദേവൻ്റെ ചൈതന്യം കൊണ്ടാണ് ഈ ക്ഷേത്രം വീണ്ടും ഇങ്ങനെ വന്നത്. അതും നമ്മൾ സംസാരിച്ച കാര്യം. നമ്മളൊരു പ്രശ്നം വച്ചിട്ടുമല്ല, അവിടെ ചെന്നിരുന്ന് നാമം ജപിച്ചപ്പോൾ ഉള്ളിൽ തോന്നിയത് പറഞ്ഞത് അത് ഈശ്വരനാണ് പറയിച്ചത് എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ട് ഉള്ള ഒരു അനുഭവമാണ്. അതുപോലെ അവിടെ ദേവിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതും ഇന്നലെ അനുഭവമായി. ആ ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളും അവിടെ കൈതൊഴാൻ പരമേശാനി ചൊല്ലാറുണ്ട്. അതൊക്കെ അതാ പറഞ്ഞത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അതങ്ങനെ വച്ചപ്പോൾ നമ്മളത് അറിഞ്ഞു. അത് വയ്ക്കാണ്ടും നമ്മളെ അറിയിക്കേണ്ട ഈശ്വരൻ അറിയിക്കേണ്ടത് നമ്മളുടെ ഉപബോധ മനസ്സിൽ ഇതൊക്കെ പറയേണ്ടത്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അത് വേണ്ടാട്ടോ എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഒരു ഇത് വരും. പക്ഷെ നമ്മളതിനെ മൈൻഡ് ചെയ്യില്ല, അതൊന്നും സാരമില്ല എന്ന് വിചാരിക്കും. ചില കാര്യങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കും അത് വേണമെന്ന്, പക്ഷെ നമ്മളത് ചെയ്യാതിരിക്കണം. ഇതൊക്കെ ആ ഒരു ജീവൻ്റെ കർമ്മപ്രാരാബ്ധത്തിൻ്റെ ഇതാണ്. അപ്പോൾ ആ കർമ്മപ്രാരാബ്ധമാണ് ശരീരത്തിലൂടെ രോഗങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും ദുഃഖങ്ങളായിട്ടൊക്കെ നമ്മൾ അനുഭവിച്ച് തീർക്കണത്. ആ അനുഭവം ഈശ്വര ഇച്ഛയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണെന്ന് അതേ ഇപ്പോൾ കൈ പൊള്ളി അല്ലേ, കൈ പൊള്ളിയാൽ ആ തീ പൊള്ളലിൻ്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് അല്ലേ. ചെറുതായിട്ട് പൊള്ളിയിൽ വേഗം ഉണങ്ങും, നന്നായി പൊള്ളിച്ചാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് തീ പൊള്ളിയത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കണേ നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. അതിനുള്ള മരുന്നുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് തിരിച്ചറിയണില്ല, നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയണില്ല. അപ്പോൾ ആ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നാമം ജപിക്കുമ്പോഴാണ്. അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ ശരീരത്തിനെ തന്നെ എന്ത് ബാധിച്ചാലും അത് നമുക്ക് അതിൻ്റെ ആ ഒരു ശരീരത്തിനെ ബാധിക്കുന്ന ആ ഒരു അവസ്ഥയെ നമുക്ക് തരണം ചെയ്യാൻ മനസ്സുകൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ മനസ്സ് തളരും.
മനസ്സ് തളർന്നാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം മനസ്സാണ് തളരാണ്ട് നോക്കേണ്ടത്. ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഓർമ്മ വരുന്നത് ഗുരുവായൂരുള്ള സുധ ടീച്ചറെയാണ്. ടീച്ചറുടെ കാര്യമൊക്കെ നമ്മളൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കാരണം ടീച്ചർക്ക് ഗുരുവായൂരപ്പനോടുള്ള ആ പരമപ്രേമം, ടീച്ചർക്ക് ഒരവസ്ഥയിൽ അസുഖം വന്നിട്ട് ക്യാൻസറായിരുന്നു ടീച്ചർക്ക്. ടീച്ചർ അത് ഡോക്ടർ പറഞ്ഞത് അതിൽ നിന്ന് ഇനി രക്ഷ നേടില്ല, കാരണം അത് അങ്ങനത്തെ ഒരവസ്ഥയിലാണ് വന്ന് പെട്ടേക്കുന്നത് എന്ന് പറയണു. അപ്പോൾ രക്ഷ നേടില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഒരിക്കലും തളർന്നില്ല. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കാലം കൂടി എനിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ടീച്ചർ നേരെ ഗുരുവായൂർ പോയിട്ട് ടീച്ചറുടെ ആ ജോലിയൊക്കെ രാജിവെച്ചു. അതൊക്കെ ആയിട്ട് അപ്പോൾ അവർക്ക് പെൻഷനൊക്കെ ഉണ്ടല്ലോ. ഗുരുവായൂർ പോയിട്ട് ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസം തുടങ്ങി. എന്നിട്ട് നിത്യവും ഗുരുവായൂരപ്പനെ ദർശിക്കുക, നാമം ജപിക്കുക, ഭാഗവതം കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഇനി ഉള്ള സമയം മുഴുവനും ഈശ്വരോപാസനയ്ക്ക് എന്ന് പറഞ്ഞിരുന്നു. അത്യധികം പെയിൻ, അത്രയ്ക്കധികം വേദനയാണ് അനുഭവിക്കണ ഒരു ഇതാണ്. പക്ഷെ ആ എത്ര വേദന അനുഭവിക്കുന്ന സമയത്തും നാമം ജപിക്കുമ്പോൾ, ഭാഗവതം വായിക്കുമ്പോൾ എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞ കാര്യം അത്. ഞാൻ കാണാൻ പോയപ്പോൾ എന്നോട് എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ആ ഒരു വേദനയൊക്കെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അനുഭവിച്ചാൽ അറിയുള്ളൂ. അപ്പോൾ നാമജപം അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വേദന അറിയാണ്ട് പോവുകയാണ്. മനസ്സ് മുഴുവനും അതിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ. അപ്പം അത്രയും നാമജപത്തിൽ മുങ്ങി 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 മുങ്ങി. ഇപ്പം നമ്മളെല്ലാവരും ഈ മൊബൈലെടുത്താൽ കേൾക്കാറുണ്ട്, ഉച്ചപൂജ വർണ്ണന കേൾക്കുന്നുണ്ട്, കുമാരൻ തിരുമേനി പറയണത് കേൾക്കാറുണ്ട്. അത് തുടങ്ങിയത് തന്നെ ഈ കോവിഡ് കാലത്താണ്. ഈ കോവിഡ് കാലത്ത് ഭഗവാനെ കാണാൻ പോകാൻ പറ്റാണ്ട് ആകെ വിഷമിച്ച ഒരു ജീവനായിരുന്നു ടീച്ചർ. അപ്പോൾ ആ സമയത്താണ് ഇത് തുടങ്ങിയത്. അതാണ് പിന്നെ ഇങ്ങനെ വന്നത്. അപ്പോൾ ടീച്ചർ ആ ഒരു ഓർമ്മയിൽ ആ ഭഗവാൻ എത്രയോ പേർക്ക് ആശ്വാസമാക്കിക്കൊണ്ട് ഇന്നും ആ ഉച്ചപൂജ വർണ്ണന നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അത് ഒരു നിമിത്തമായി തീർന്നതാണ്. അന്ന് ആ സമയത്ത് തന്നെയാണ് ഞാനും കോവിഡ് സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കിടന്ന സമയമാണ്. അപ്പോൾ അന്നത്തെ പോയി വന്ന് കണ്ട ഒരാളോട് ചോദിച്ച ആൾ വോയിസ് മെസ്സേജ് അയക്കണു, അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ അത് വിസ്തരിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ ആ ടീച്ചറുടെ ഓരോ നിമിഷവും ഭഗവാനിൽ അർപ്പിച്ച് 7 ദിവസം എനിക്ക് കോവിഡ് അന്ന് വന്നിട്ട് സീരിയസ് ആയിപ്പോൾ ശരിക്കും ഈ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ തന്നെ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചിട്ട് ഒരു ഭാഗവത സപ്താഹം പോലെ പാരായണം ഉണ്ടായിരുന്നു. ആ പാരായണത്തിൽ ടീച്ചറും അത് പൂർണ്ണമായിട്ടും കേട്ട് അധികം കഴിയണേക്കാളും മുമ്പ് തന്നെ ആ ഭഗവാന്റെ അടുത്തേക്ക് ടീച്ചർ പോവുക ചെയ്തത്. അപ്പോൾ ഒരിക്കലും സങ്കടത്തോട് കൂടിയിട്ടല്ല, ജീവിതം സ്വാർത്ഥകമാക്കിയിട്ട് പോയി. ശരീരം എന്ന് വെച്ചാൽ അത് തന്നെയാണ്. ഓരോ ശരീരവും തരണത് തന്നെ ഇതനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രാരാബ്ധ ദുഃഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശരീരം ആത്മാവുമായിട്ട് നമ്മളൊക്കെ ആത്മസ്വരൂപികളാണ്. നമുക്ക് ശരീരം എൻ്റെയാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ. ശരീരം നമ്മുടെയൊന്നുമല്ല. ഇത് നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. എത്ര നമ്മളിതിനെ ശുശ്രൂഷിച്ച്, എത്ര തന്നെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച്, എത്ര തന്നെ ഓരോന്നും ശുശ്രൂഷ ചെയ്ത് ശരീരത്തിന് വേണ്ട ആഹാരം ഒരു പരിധി വരെയൊക്കെ അത് നിലനിൽക്കും. അത് കഴിഞ്ഞാൽ അത് നമ്മളെ വിട്ടുപോകും. അത് ഉറപ്പായിട്ടുണ്ട്. അതിന് ഓരോരുത്തരുടെയും കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് ഓരോ രീതിയിൽ വന്നു ചേരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ കൂടുതൽ നാമം ജപിച്ചാൽ ഇനിയും ഒരു വസ്ത്രം മാറുന്ന പോലെയാണെന്നാണ് മഹാത്മാക്കൾ നമുക്ക് പറയണത്. ഈ ഒരു ജന്മം കഴിഞ്ഞാൽ ഇനിയും വസ്ത്രം മാറുന്ന പോലെയാണ് അത്രയും. നമ്മളൊരു വസ്ത്രം കേടായി കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ച് അടുത്ത വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ അടുത്ത ശരീരത്തിനെ സ്വീകരിച്ചു. അപ്പം ഇപ്പോഴും നമ്മൾ ആ ഈശ്വരനിലേക്ക് ചെന്ന് ചേർന്നില്ല വെച്ചാൽ ഇനി ചെയ്യുമ്പോഴും ഇതുപോലെ അനുഭവിക്കേണ്ടി വരും. അപ്പം ജനിക്കുക, മരിക്കുക, സുഖദുഃഖങ്ങൾ അനുഭവിക്കുക, ജനിക്കുക, മരിക്കുക, അതിൽ കടന്നിങ്ങനെ വട്ടം തിരിയേണ്ടി വരും. അപ്പം ആ ജീവന് ആ ജനന മരണങ്ങളിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കർമ്മപ്രാരാബ്ധങ്ങളുണ്ടെങ്കിലും സുഹൃത സമ്പാദന, നാമജപം എന്ന് പറഞ്ഞാൽ ഇന്നലെ ജ്യോത്സ്യത്തിൽ പറഞ്ഞു, സുഹൃത സമ്പാദനത്തിനുള്ള ഒരു കാര്യമാണ് നാമജപം.
പുരാണ ശ്രവണം എന്നിത്. അതാണ് ഭാഗവത സപ്താഹങ്ങളൊക്കെ വയ്ക്കുക. അതൊക്കെ അമ്പലത്തിൽ പറഞ്ഞതാണ്, വിധിയിൽ പറഞ്ഞു. ഭാഗവത സപ്താഹങ്ങൾ ഉണ്ടാവുക, നാമജപങ്ങൾ ഉണ്ടാവുക, അതൊക്കെ ഇവിടെ വളരെ ശ്രേഷ്ഠമാണ് എന്ന് അവിടുന്ന് നാരായണീയം കൂടെ ഇനി വായിച്ചു തുടങ്ങണം എന്നാണ് ഇന്നലെ പറഞ്ഞത്. അത് അപ്പം ആ ഭഗവാന്റെ കാരുണ്യമാണ് അത്. അപ്പം നമുക്ക് നാമജപം തന്നെയാണ് ശ്രേഷ്ഠം എന്ന് ഭഗവാൻ നമ്മളോട് നേരിട്ട് ഇതിലപ്പുറം പറയാനില്ല. അപ്പം എല്ലാത്തിനും ഉറപ്പായിട്ട് നമുക്ക് മനോധൈര്യം കിട്ടി. കാരണം നമുക്ക് എന്തുകൊണ്ടാണ് വന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനുള്ള പ്രതിവിധി ഇതാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യേ വേണ്ടു. അപ്പം അതുകൊണ്ട് ഇനിയും അത് അധികമാവാതിരിക്കാൻ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഏതൊരു ശരീരത്തിലാണോ നമ്മൾ ഇരിക്കണത്, ആ ശരീരത്തിലിരുന്നു കൊണ്ട് ആ ജീവൻ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കർമ്മപ്രാരാബ്ധങ്ങൾ അനുഭവിക്കാതെ കണ്ടിരിക്കാനായിട്ട് നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നമ്മളുടെ കർമ്മപ്രാരാബ്ധങ്ങളെ ഇല്ലാണ്ടാക്കുകയാണ് വേണ്ടത്. അങ്ങനെയാവുമ്പോഴാണ് ആ മരണകാലത്തു ഭവൽ സ്വരൂപത്തെ മരതകാവർണ തെളിഞ്ഞു കാണണം. മരണകാലത്തു ഭവൽ സ്വരൂപത്തെ മരതകാവർണ തെളിഞ്ഞു കാണണം. മുരളിനാദമാം അമൃതു കൊണ്ടെൻ്റെ മരണസങ്കടം അകറ്റിടേണമേ. ഹരേ നാരായണ 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 ഹരേ നാരായണ. ആ ഒരു അവസരത്തിൽ ഭയമില്ലാണ്ടിരിക്കാൻ, അഭയം ആരാണ്? ഭഗവാനാണ്. ആ ഭഗവാനെ തന്നെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കാണണമെങ്കിൽ ആ നിരന്തരമായ സ്മരണ വേണം. അവസാന കാലത്ത് ആവാം എന്ന് വിചാരിച്ചാൽ അതാവില്ല, അങ്ങനെ ആവില്ല. ഏത് നിലയ്ക്ക് നമ്മൾ അങ്ങനെ തീരുമാനിച്ചാലും ഇപ്പം നമ്മളൊക്കെ പലരൊക്കെ കുട്ടികൾക്കൊക്കെ പേരിടും. ഓരോരുത്തർ പറയണ കേട്ടിട്ടാണ് നമ്മൾ പേരിടുക. ഭഗവാന്റെ പേരിട്ടാൽ മതി, നാരായണൻ, ഗോവിന്ദൻ, അങ്ങനെയുള്ള പേരുകൾ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേരിടും. എന്നിട്ട് നാരായണൻ എന്ന് വിളിക്കാനുള്ളൊരു സുഹൃതം നമുക്കില്ലാത്തതുകൊണ്ട് നാണുവോ നാണുവോ എന്ന് വിളിക്കും, കോന്താന്ന് വിളിക്കും. എന്താ അതിൻ്റെ അർത്ഥം? ഗോവിന്ദൻ എന്നാണ് പേരിടണേ. പക്ഷേ ആ സുഹൃതം നമുക്ക് വന്ന് ചേരണം, നാമം ജപിക്കാനുള്ള സുഹൃതം. അപ്പം ആദ്യമൊക്കെ ജപിക്കാൻ നല്ല മടി തോന്നും. അപ്പം കേൾക്കാനെങ്കിലും ഇരിക്കുക. തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയണത് നാമജപത്തിൻ്റെ മഹത്വം. കോവിഡ് കാലത്ത് ഇതുപോലെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞതാണ്. 38 ദിവസമാണ് ഹോസ്പിറ്റലിൽ കിടന്നത്. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, അത് പക്ഷേ ആ ഒരു കാര്യം അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അവർ ഡിസ്കസ് ചെയ്യണ സമയത്ത് ഞാൻ കണ്ണടച്ച് കിടക്കുകയാണ്. എന്തുകൊണ്ടോ ബോധം ഉണ്ടോ ഇല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടോ എന്തോ മുന്നിൽ വെച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് നോക്കി. അപ്പോഴാണ് അത് ഞാനും കേട്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലായത്. അപ്പോൾ എന്നോട് ചോദിച്ചു, പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അവന് പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, എനിക്കൊരു ഭയം തോന്നിയില്ല. കാരണം കണ്ണടച്ചിങ്ങനെ കിടക്കുമ്പോഴും നാമജപം, സത്സംഗം, ഭഗവാന്റെ കഥ, ധാരാളം പേരെൻ്റെ മുമ്പിലിരിക്കുന്ന അവരോട് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പേടിയുണ്ടോയെന്ന് ചോദിച്ചു. പറഞ്ഞു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ നിമിഷം തൊട്ടിട്ട് മനസ്സിൽ തോന്നിയത്, മുരളീനാദലോല മധുരനാമൊരു ഗായകൻ വരും വിളിക്കും ഞാൻ പോകും വാതിൽ പൂട്ടാതെ അക്ഷണം. ആ ഒരു അവസ്ഥയിൽ ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് നമ്മളിത് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും, നമ്മളെ കൊണ്ടുപോകാൻ എന്നുള്ളൊരു ഭാവം വരുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പേടി ഉണ്ടാവാണ്ടിരുന്നത് വെച്ചാൽ ഈശ്വരനെ അത്രയ്ക്കും നമ്മൾ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ്. അത് അനുഭവിച്ചറിഞ്ഞാൽ നമുക്ക് ഒരാൾക്കും ഒരിക്കലും ഭയം ഉണ്ടാവില്ല. കാരണം ജനിക്കണ ആ സമയത്ത് തന്നെ നമ്മളുടെ മരണം ഉറപ്പ് കൂടെ ഉണ്ട്. ജനനം തൊട്ട്
നമ്മുടെ കൂടെയുള്ള സന്തത സഹചാരിയാണ് മരണം. അത് എപ്പോൾ, എങ്ങനെ, ഏത് വിധത്തിൽ, ഇത് മാത്രമേ നമുക്ക് അറിയാണ്ടുള്ളൂ. അത് എന്തായാലും സംഭവിക്കണ ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഭയപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. വരണ സമയത്ത് നമുക്കത് വന്ന് തന്നെ ഇരിക്കും. അപ്പം അതിനെ സന്തോഷത്തോടു കൂടി നമുക്കിതാ ഇനി ഒരു ജന്മം ഇതുപോലെ കഷ്ടത അനുഭവിക്കാൻ ഉണ്ടാവരുതെന്നുണ്ടെങ്കിൽ ഈശ്വര ആരാധനയോടുകൂടി ഈശ്വര നാമം ജപിച്ചുകൊണ്ട്, അത് നമ്മൾ ആ ഒരു ജീവൻ ജപിക്കണമെന്നില്ല കേട്ടോ. അതും എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ട് പറയാം. ഈ ഭാഗവതമൊക്കെ കേട്ട് തുടങ്ങിയ ഉടനെ ഭാഗവതാചാര്യന്മാരൊക്കെ ധാരാളം പറയും നാമം ജപിക്കണ കേട്ടാൽ മതി, നാമം ജപിക്കണ കേട്ടാൽ മതി എന്നുള്ളത് പറയും. അപ്പോൾ ഈ ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട് ഭാഗവതത്തിലെ. ഗജേന്ദ്രൻ, അതായത് ഒരു ആനയായിട്ട് ജനിച്ചു ആളാണ് ഇന്ദ്രദ്യുമ്നൻ എന്നുള്ള രാജാവ്. അദ്ദേഹം തപസ് ഇരുന്നപ്പോൾ ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ടാണ് ആനയായിട്ട് ജനിച്ചത്. ശാപമല്ല, അനുഗ്രഹമാണ്. കാരണം കുറച്ച് കർമ്മപ്രാരബ്ധം കൂടി അനുഭവിക്കാണ്ട് എന്ന്. അപ്പോൾ ആനയായിട്ട് ജനിച്ചപ്പോഴും സാധാരണ ഒരു കാട്ടിൽ മൃഗം എന്ന് പറഞ്ഞാൽ, മൃഗങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞാൽ സിംഹമാണ്. പക്ഷെ ഇവിടെ ഈ ആനയായിരുന്നു ഇത്ര ആ കാട്ടിലെ രാജാവ്. അങ്ങനെ എല്ലാവർക്കും ആ ആനയെ പേടിയാണ്. അങ്ങനെ എല്ലാവരും ധാരാളം ആനക്കൂട്ടങ്ങളുടെ കൂടെ ഇങ്ങനെ മതിച്ച് കഴിയണ സമയത്താണ് ഒരിക്കൽ വെള്ളം ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നു. എന്നിട്ട് വെള്ളം അന്വേഷിച്ച് പോകണു. അപ്പോൾ എവിടുന്നോ താമരപ്പൂവിൻ്റെ ഗന്ധം അവിടെ അന്വേഷിച്ച് പോവുകയാണ്. എന്നിട്ടൊരു കുളത്തിൽ നിറയെ താമരപ്പൂക്കൾ നിൽക്കണ ഒരു കുളം കാണാനിടയായി. വേഗം എല്ലാ ആനക്കൂട്ടങ്ങളും കൂടി അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി. ആ വെള്ളം ശരിക്കും പറയണത് എന്താ, മനുഷ്യൻ്റെ കഥയാണ് പറയണത്. നമ്മൾ ആ ജീവിതമാകുന്ന ജീവിതത്തിൽ ഇറങ്ങി ചെല്ലുകയാണ് നമ്മൾ കുടുംബത്തോട് കൂടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ കാലമാകുന്ന മുതല മുതലാന്ന് വെച്ചാൽ അത് കാലം നമ്മുടെ ഇപ്പോൾ കാലിൽ പിടിക്കുന്നത് നമ്മൾ അറിയണില്ല. നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ എന്നും കൂടെ ഉണ്ടാവും. അവരെ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് അങ്ങനെ നടക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതം നമ്മുടെ കാലിലും ഇങ്ങനെ ഒരു മുതല പിടിക്കും. കർമ്മഗ്രാഹഗൃഹീന്ത, ആ കർമ്മങ്ങളുടെ കർമ്മങ്ങളാകുന്ന മുതല പിടിച്ചു വലിക്കും നമ്മളെ താഴോട്ട് എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെയാണ് ഈ പിടിച്ചത്. മുതല കാലിൽ ആദ്യം പിടിച്ചു. അവനത്ര ശക്തിയുള്ളതല്ലേ. ആദ്യമൊന്നും തോന്നിയില്ല, കയറി പോരാമെന്ന് തോന്നി. പക്ഷേ കയറാനായിട്ട് പറ്റുന്നവർ ഇത് പിടിച്ച് താഴേക്ക് വലിക്കുക തന്നെയാണ്. കൂടെ ഉണ്ടായവരൊക്കെ കുറേ നോക്കി അല്ലേ. കഴിഞ്ഞ ദിവസം പാടിയില്ലേ, ആ നാവൂ കുഴയാതെ. അതിൽ പറയണ്ടേ, നാട്ടുകാർ കൂട്ടുകാർ വീട്ടുകാരൊക്കെയും കൈവിടുന്നോരു ആ വേളയിൽ നാവൂ കുഴയാതെ നാമം ജപിക്കുവാൻ തോന്നിച്ചിടണമെന്ന് പാടിയില്ലേ. അതുപോലെ ഓരോരുത്തർ പിടിച്ചു വലിച്ചു നോക്കി. ആദ്യം കൊമ്പനാനകളൊക്കെ എല്ലാവരും കൂടി പിടിച്ചു വലിച്ചു, പിടിയാനകൾ പിടിച്ചു വലിച്ചു. അങ്ങനെ എല്ലാവരും കുറേ കഴിഞ്ഞപ്പോൾ വിട്ടുപോയി. കാരണം അവരെ കൊണ്ടൊന്നും രക്ഷിക്കാൻ കഴിയില്ല. പിന്നെ അവർ നിന്നിട്ട് എന്താ കാര്യം, എത്ര കാലം നിൽക്കും. അവരൊക്കെ വിട്ടുപോയി. അവിടെ ഒരു കുറച്ചധികം നേരം ഒരു പിടിയാനം നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതും പോയി. പിന്നെ ആരും ഇല്ലാണ്ടായി. എപ്പോഴാണ് ആരും ഇല്ലാത്തവർക്ക് ഈശ്വരനാണ് ആശ്രയം എന്നുള്ള ബോധം തോന്നിയപ്പോൾ അപ്പോൾ അത് ആ നാമം ജപിച്ച് അവസാനം ആരുമില്ല എന്നുള്ള ഒരു ഭാവത്തിൽ ആ ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് വരികയാണ്. സാക്ഷാൽ ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് വരണ കണ്ടപ്പോൾ മട്ടിലാവരതനോ എന്നിട്ടോ ഗരുഡൻ്റെ പുറത്തു നിന്ന് ഇറങ്ങി ഓടിയിത്രേ ഭക്തൻ്റെ അടുത്തേക്ക് എത്താനുള്ള ആ കൊതി കൊണ്ട്. കർമ്മപ്രാരാബ്ധങ്ങൾ തീരാതെ ഭഗവാൻ വരില്ല. അത് തീരുന്ന നിമിഷം ഭഗവാൻ അപ്പം എത്തും. മട്ടിലാവരതൻ ഓടി വരുന്നതായി കണ്ടാനന്ദമഗ്നനൊരു താമരയാഞ്ഞെടുത്ത് തുമ്പിക്കരത്തിലുയർത്തി ഉറക്കയോതി നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ആ താമരപ്പൂ സ്വീകരിച്ചിട്ട് ഭഗവാൻ ആദ്യം ആ മുതലയുടെ കാലിൽ പിടിച്ച നക്രത്തിനെയാണ് അത്ര ഭഗവാന്റെ ഭക്തന്റെ കാലിൽ ആരാ ആശ്രയിക്കണോ അവരെ ആദ്യം രക്ഷിക്കും എന്ന് പറയണു.
അങ്ങനെ രക്ഷിച്ചു. അങ്ങനെ ഒരു ആനയെ പോലും രക്ഷിച്ചു ആ ഭഗവാൻ എന്നുള്ള ആ ഭഗവാന്റെ ആ കാരുണ്യമാണ് ഈ കഥ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിനെ ആശ്രയിക്കുക എന്നുള്ളത് പറഞ്ഞു, കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കഥകൾ ഒരിക്കൽ എൻ്റെ ചെറിയച്ഛന്, അച്ഛൻ്റെ അവിടെ നിങ്ങളൊക്കെ അറിയുണ്ടാവും, അരവിന്ദാക്ഷൻ കർത്താവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുണ്ടാവും അപ്പുറത്തെ. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ലങ്സിലൊരു ക്യാൻസർ വന്നിട്ട് അതെന്താണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഡോക്ടറെയൊക്കെ കൊണ്ട് കാണിച്ചു. അപ്പോൾ നമ്മളോട് ഡോക്ടർ പറഞ്ഞു ഇവരുടെ ഒരവസ്ഥ എങ്ങനെയാണെന്ന്. നമ്മളിത് ആരോട് അടുത്തും പറയാൻ പറ്റില്ല. അവരുടെ 2 കുട്ടികൾ ചെറുത്, അവരോടൊന്നും പറയാൻ പറ്റില്ല, ഇദ്ദേഹത്തിനോടും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഇദ്ദേഹത്തിനോട് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പല വിധത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ അറിഞ്ഞും അറിയാണ്ടും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ചിലത് നമ്മൾ അബദ്ധത്തിൽ തെറ്റിൽ എന്ന് പെട്ടുപോയി കഴിയുമ്പോഴാണ് അറിയണേ തെറ്റാന്ന്. ചിലത് അറിഞ്ഞുകൊണ്ട് തെറ്റിൽ വീഴണം. എന്തായാലും അങ്ങനെ തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാരില്ല. ഇദ്ദേഹത്തിനും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരോടും സ്നേഹമായിരുന്നു. ആരെ സഹായിക്കാനും ഉള്ള മനസ്ഥിതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് 10 രൂപ കയ്യിലില്ലെങ്കിലും ശരീരം കൊണ്ട്, എൻ്റെ അമ്മയ്ക്ക് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് രാവും പകലും ഇല്ലാണ്ട് അവിടെ നിന്ന് നോക്കിയിട്ടുണ്ട്. എൻ്റെ അച്ഛനെയൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ആ മഠത്തിലെ ആർക്കൊക്കെ എന്തൊക്കെ വയ്യായകൾ വരുന്നുണ്ടെങ്കിലും ഇദ്ദേഹം അവരൊക്കെ ചെന്ന് ശുശ്രൂഷിക്കാറുണ്ട്, അവരെ നോക്കാറുണ്ട്, ആത്മാർത്ഥമായിട്ട് നോക്കാറുണ്ട്. നല്ല ഈശ്വരാധീനമുണ്ട്. അത്ര എന്നുവെച്ചാൽ ഈശ്വരാധീനം വെച്ചാൽ നമുക്ക് അറിയണ ഒരു ഈശ്വരാധീനം എന്ന് വിചാരിച്ചാൽ അമ്പലത്തിൽ പോവുക, തൊഴുക, വരിക, ശബരിമലയ്ക്ക് പോവുക, അത് കഴിഞ്ഞാൽ നമ്മുടെ അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ നാമം ജപിക്കണതിൻ്റെ മഹത്വമൊന്നും നമുക്ക് നിശ്ചയമില്ല. അതുകൊണ്ടാണ് നമ്മൾ ജപിക്കാത്തത്, അല്ലാണ്ട് ഇപ്പോൾ അതൊന്നുമല്ല. അപ്പോൾ എന്തോ ഒരു കാരുണ്യം കൊണ്ടാണ് നമുക്കിത് അനുഭവം തോന്നണത്. അദ്ദേഹത്തിന് അവസാന കാലം ഇപ്പോൾ അവിടെയാണ്, എൻ്റെ അടുത്താണ് ഭഗവാൻ. അങ്ങനെയും ഒരു അനുഗ്രഹം തന്നു. അങ്ങനെയുള്ളവരൊക്കെ ശുശ്രൂഷിക്കാൻ സാധിക്കുകയെന്ന് വെച്ചാൽ. അപ്പം ഞാൻ എപ്പോഴും പറയും ഈ നാരായണ ഇത് ചൊല്ലു എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് അതില്ല. അപ്പോൾ TV ഒക്കെ വെച്ചിങ്ങനെ ഇരിക്കുക, അല്ലാണ്ട് പിന്നെയും TV വെച്ചിട്ട് ഞാൻ ഇനി ഇതൊന്നും കാണണ്ട, എന്തിനതൊക്കെ കാണണേ, ഇനി രോഗം മാറിയിട്ട് കാണാം അങ്ങനെ പറയും. ഇതല്ലാണ്ട് ഇത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇതൊന്നും കേൾക്കില്ല. അപ്പോൾ നാരായണ അഖില ഗുരു എന്ന് നാമം ജപിക്കാൻ പറയും. അപ്പോൾ അത് കേൾക്കില്ല എന്ന് വെച്ചാൽ നാമജപം, അതിപ്പോൾ ചിലവരോട് നാമം ജപിക്കാൻ പറഞ്ഞാൽ കേട്ടോളണമെന്നില്ല. അപ്പോൾ ഇതിനിപ്പോൾ എന്താ വഴി, നെഞ്ഞ് ചുട്ടിട്ട് അദ്ദേഹം അവിടെ വന്ന് അങ്ങനെ ഇരിക്കണ സമയത്ത് ഞാൻ അവിടെ നാമം ജപിക്കാൻ ഞാൻ അവിടെ വന്നിരിക്കും. അപ്പോൾ TV ഓൺ ചെയ്യില്ല, അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ഉറക്കെ അപ്പോൾ എണീറ്റ് ചിലപ്പോൾ പറയും ഞാൻ എന്നാൽ കടയിൽ പോയിട്ട് വരാൻ പറ്റില്ല, ഞാനിവിടെ നിന്ന് നാമം ജപിക്കുമ്പോഴേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ തന്നെയാകുമ്പോഴും നാമം ജപിക്കുമ്പോൾ ആരും എന്നല്ല വേറെ ആരെങ്കിലും വന്നാൽ പറ്റില്ല, ഞാൻ നാമജപം കഴിഞ്ഞിട്ട് അവിടേക്കാച്ചാൽ പൊക്കോളൂ എന്ന്. അതെന്താണെന്ന് വെച്ചാൽ കേൾക്കെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഭഗവാന്റെയും ഒരു കാരുണ്യം, അങ്ങനെ പറഞ്ഞാൽ ഇരുന്നോളണമെന്നില്ല, ചില ജീവൻ്റെ ഒരു ഇതുണ്ടാവും അദ്ദേഹത്തെ. അപ്പം ഞാനിങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ എന്നിങ്ങനെ ജപിച്ച് കുറേ തവണ ജപിക്കും. അതിങ്ങനെ കേട്ട് കിടക്കും. അങ്ങനെ കുറച്ച് കാലം കേട്ട് കിടന്നു. ആ അവസാന ഘട്ടത്തിൽ എപ്പോഴും ഞാൻ അടുത്തിരുന്ന് ഇങ്ങനെ നാമം ജപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്. അവസാന ഘട്ടത്തിൽ ശ്വാസം മുട്ടിയിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ട്. ഇത് അത്രയും ഒരു സമയത്ത് ഞങ്ങൾ ഡോക്ടർമാർ പറഞ്ഞു. അപ്പം നിങ്ങൾ ചോദിച്ചു മുറിയിലേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല, പിന്നെ എന്തിനാ ഈ ICUവിൽ കെടുത്തിയേക്കണേ, എന്നാൽ ഞങ്ങൾക്ക് മുറിയിൽ കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചു. കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ അടുത്ത് ഇരുന്ന് ഞാൻ അപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നും കഴിക്കാണ്ടിരിക്കുന്ന ആൾ ഞാൻ ചോദിച്ചു കുറച്ച് വെള്ളം തരട്ടെ എന്ന് ചോദിച്ചു. വേഗം വെള്ളം വാങ്ങി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ചിരിച്ചു. ആ ഒരവസ്ഥയിൽ, ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയിലും ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ പോവുക, മിണ്ടാൻ പറ്റണില്ല, ആക്ഷൻ കാണിച്ചു. ഞാൻ അനുഭവിച്ച അനുഭവമാണ് പറയണേ, ഞാൻ പോവുകയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടേക്കാ പോണേ? ആക്ഷനാണ്. ഞാനും ആക്ഷനിലാണ് ചോദിക്കണേ, കാരണം കുട്ടികളപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അവർ പരിഭ്രമിക്കരുത്. അപ്പോൾ ചോദിച്ചു എന്നോട് എന്താ ചേച്ചി അച്ഛൻ പറയണേ? ഞാൻ പറഞ്ഞു നിങ്ങളവിടെ കിടന്ന് മിണ്ടാണ്ടിരിക്കും, ഞങ്ങളല്ലേ പറയണേ, ഞങ്ങൾ പറഞ്ഞോളാം
എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ഇടയിൽ ഭഗവാനും ഇതിൻ്റെ ഇടയിൽ ആരും വരരുത് എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു എവിടേക്കാണ് പോണേ എന്ന് ചോദിച്ചു. പോവുക ഭാര്യപ്പൻ്റെ അടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്നെ കൊണ്ടു. അപ്പം അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം ചോദിച്ചു എവിടേക്കാണ് പോണേ, വരുന്നുണ്ട് എന്ന് ചോദിച്ചു. ആരാന്ന് ചോദിച്ചു. ഗുരുവായൂരപ്പൻ. അപ്പം എന്നെ പുറത്താ വരണേ, പറയുന്നത് കേൾക്കണില്ല, ആക്ഷനാണ്, ശബ്ദം പുറത്തേക്ക് വരില്ല, ചെണ്ട കൊട്ടുണ്ട്, വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നൈയും കൊണ്ടുപോകോ, സത്യമായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ചോദിച്ചത് ഗുരുവായൂരപ്പൻ്റെ കൂടെ പോവുകയാണെങ്കിൽ പോകാനോ വെച്ചിട്ട്. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അതുവരെ കിടക്കാൻ പറ്റാത്ത ആൾ നീണ്ടു നിവർന്ന് അങ്ങോട്ട് കിടന്നിട്ട് കൈ രണ്ടും ഇങ്ങനെ പൊന്തിച്ച് തലയില വെച്ചിട്ട് ശബ്ദം പുറത്തേക്ക് വരില്ല. നാരായണാഖില ഗുരോ ഭഗവാൻ നമസ്തേ എന്ന് പറഞ്ഞു. അതോട് കൂടിയിട്ട് ആ ജീവൻ ആ ശരീരം ഉപേക്ഷിച്ച് പോയി. ആ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ചിരിച്ചിട്ട് പോയി. അപ്പോൾ അത് അനുഭവമുള്ള ആളാണ്, എനിക്ക് അനുഭവമുള്ളത്, നേരിട്ട അനുഭവമാണ്, അങ്ങനെയുള്ളൊരു അനുഭവം. അപ്പം നാമജപം കൊണ്ട് എൻ്റെ മഹത്വം കേട്ടാലെങ്കിലും മഹത്വമുണ്ട്. അവർ ജപിച്ചില്ലെങ്കിൽ അവസാന കാലത്ത് ജപിക്കാൻ പറ്റി. കാരണം അവസാന കാലത്ത് ഞാൻ കൂടെയുള്ള സമയത്ത് മുഴുവനും കൂടെ ഇരിക്കുമ്പോൾ ഈ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു. ഈ ആചാര്യന്മാരുടെ വാക്ക് സത്യമാവും. കാരണം അവരെത്രയോ ഭാഗവതം പറഞ്ഞ ആ ഒരു ഉറപ്പിലാണ് അത് പറഞ്ഞത്. അപ്പോൾ അതാണ് നാമജപത്തിൻ്റെ ആ ഒരു മഹത്വം നമുക്ക്. അപ്പം അതുകൊണ്ട് നമുക്ക് ധാരാളം നാമം ജപിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെയും നമുക്ക് നമ്മുടെ നാമജപം, ആ നാമജപത്തിൻ്റെ മഹത്വം അല്പമെങ്കിലും മനസ്സിലായിട്ട് ജപിക്കുമ്പോഴാണല്ലോ. അപ്പം അതുകൊണ്ട് ആ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അനുഭവങ്ങളെ ഇവിടെ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നാമം ജപിക്കാം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാവർക്കും നാമം ജപിക്കാനായിട്ട് ആ നാമത്തിൽ രതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാമം ജപിക്കാം. എല്ലാവരും മനസ്സറിഞ്ഞ്, കഴിഞ്ഞ ദിവസം സുധ എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി, ആരോ എവിടുന്ന് അറിഞ്ഞതാണ് നാമം ജപിക്കുമ്പോൾ ഉറക്ക നാമം ജപിച്ച എന്താണ് അധമമാണ് എന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ധാരാളം പടച്ചു വിടുന്നുണ്ട്. ഉറക്ക നാമം ജപിക്കുന്ന അധമാണ്, പതുക്കെ ചുണ്ടുകൊണ്ട് ജപിക്കുന്നത് ഉത്തമമാണ്, എന്താണ് മനസ്സിൽ ജപിക്കുന്നത് ഉത്തമാണെന്നോ അങ്ങനെ അത് പറയാം. അറിവില്ലാത്തവരങ്ങനെ പലതും പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ കലിയാണ് കാലം. നമ്മൾ പലത് കേൾക്കാൻ നിൽക്കരുത്, പലത് കേൾക്കാൻ നിൽക്കണ്ട. ഭാഗവതത്തിന് നമ്മുടെ അവിടെ ഭാഗവത ആചാര്യന്മാർ വന്ന് പറയണത്, മഹാത്മാക്കൾ പറയണത് എന്താ, ഉറക്ക നാമം ജപിക്കുന്ന. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ശ്രേഷ്ഠം. പലരും പലതും പറയും. അപ്പോൾ കുറേ കേൾക്കുമ്പോഴാണ് നമുക്ക് അതും ഇതും ഒന്നും നോക്കണ്ട, ഒന്നിൽ ഉറച്ചു നിൽക്കണം മനസ്സ്. ആ മനസ്സ് ഒന്നിൽ ഉറച്ചു നിൽക്കണമെങ്കിലും ഉറക്ക നാമം ജപിക്കണം. ഒരു കാര്യം കൂടി പറയാം. ഒരു തവണ ഒരാളെന്നോട് ചോദിച്ചു, ഇങ്ങനെ ചെയ്യാൻ പാടുമോ? ഒരു കാര്യം ചോദിക്കുകയാണ്, എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇങ്ങനെ ചെയ്യാൻ പാടുമോ? അതിനെന്താ ചെയ്യണോണ്ട് അല്ല, അങ്ങനെയല്ല, ശുദ്ധത്തോട് ഇപ്പോൾ നാമജപത്തിൻ്റെ കാര്യമാണെന്ന് വിചാരിക്കുക. അതെ, അശുദ്ധിയായിട്ട് നാമം ജപിക്കാൻ പാടില്ല എന്ന് പറയേണ്ടത്. നമുക്ക് ജപിക്കാം, ഒരു കുഴപ്പമില്ല, നാമം എങ്ങനെ വേണമെങ്കിലും ജപിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അപ്പുറത്ത് ചെന്ന് വേറൊരാളോട് ചോദിച്ചു. അവരും പറഞ്ഞു നാമജപത്തിന് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇവർ ചോദിച്ച് 10 പേരോട് ചോദിച്ചു. 11ാമത്തെ ഒരാളോട് ചോദിച്ചു, അയ്യോ അശുദ്ധിയായിരിക്കുമ്പോൾ നാമം ജപിക്കുന്നത്. കണ്ടോ, ഇതന്നെയാണ് കാരണം. അവർക്ക് നാമം ജപിക്കാണ്ടിരിക്കാൻ ഒരു വഴി വേണം. അതാണ് അവരന്വേഷിച്ചത്. അവർക്ക് നാമം ജപിക്കാണ്ടിരിക്കണം. അപ്പം അത് വേറൊരാളുടെ മുഖാന്തരം അവരങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജപിക്കാത്തത്. ആ ജീവൻ്റെ ഒരു വാസനയാണ് അതെ. അപ്പോൾ നമുക്ക് ഏത് വിധത്തിലെങ്കിലും എപ്പോഴായിട്ടിരിക്കായാലും അല്ലേ, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും എല്ലാവർക്കും ഒരുപോലെ ഏതു നേരത്തെ എപ്പോഴും നാമം ജപിക്കാം എന്നുള്ളതാണ്. കുറൂരമ്മങ്ങനെ തൊടാൻ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നാമം ജപിക്കുമ്പോൾ ചോദിക്കുക, എന്താ കുറൂരമ്മേ നിങ്ങൾ ഇപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴത്തൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ, ഈ നിമിഷമാണ് എൻ്റെ പ്രാണം പോണേന്ന് വെച്ചാൽ ഞാൻ ഈശ്വരനെ സ്മരിക്കാണ്ട് പോകേണ്ടി വരുമോ? ഈ ശരീരത്തിൻ്റെ അശുദ്ധി മനസ്സാണ് പരിശുദ്ധമായിട്ടിരിക്കേണ്ടത്. ആ സമയത്ത് കൂടുതൽ നാമം ജപിക്കുക വേണ്ടതെന്ന് ധാരാളം മഹാത്മാക്കൾ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഭാഗവതത്തിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, സ്ത്രീകളുടെ അശുദ്ധി ബ്രഹ്മഹത്യാപാപം ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയതാണ്. അപ്പോൾ ആ അശുദ്ധി സമയത്ത് ആ പാപത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. നമുക്ക് ദേഷ്യം വരിക, ബുദ്ധിമുട്ടുകൾ വരികയൊക്കെ ആ സമയത്താണ് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്താണ് കൂടുതൽ ജപിക്കേണ്ടത്. അത് നമ്മളെ ആ ഒരു ജീവനെ അത് ബാധിക്കാണ്ടിരിക്കാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ നാമം ജപിക്കേണ്ട സമയമാണ് അപ്പോൾ. അപ്പം നമ്മൾ അതുപോലെ പുലയുണ്ടായ നാമം ജപിക്കാൻ പാടുമോ? അങ്ങനെ പാടില്ല എന്ന് പറയണത് കേൾക്കാൻ കൊതിച്ചിട്ടാണ് ധാരാളം പേര് ചോദിക്കണേ.
എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഉത്തരേ പറയാറുള്ളൂ. ഞാൻ ജപിക്കാറുണ്ട്, ഇത്ര കാലം ജപിച്ചിട്ടും എനിക്ക് ഇന്നേ വരെ ഒരു ദോഷം ഉണ്ടായിട്ടില്ല. ദോഷത്തിനെ നോക്കുക വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും നോക്കാം. ഞങ്ങളുടെ വീട്ടിൽ താമസമാക്കിയിട്ട് അധികം കഴിയണേക്കാളും മുമ്പാണ് എനിക്ക് കോവിഡ് വന്നത്. കോവിഡ് കാലത്ത് വീട്ടിൽ കയറി താമസിച്ചാൽ പിന്നെ അങ്ങനെ വരാണ്ടിരിക്കും. അത് ഞങ്ങൾ കയറി താമസിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ലോക്ക്ഡൗൺ ആയി. എന്നിട്ട് അത് വന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചു, ഈ വീട് വെച്ചപ്പോഴേ നിങ്ങൾ നോക്കിച്ചില്ലേ, വീടിൻ്റെ ദോഷം കൊണ്ടാണോ എന്ന്. ഞാൻ പറഞ്ഞു, ഈ വീട്ടിൽ കയറി താമസിച്ചുകൊണ്ടാണ് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. വേറെ വല്ല വീട്ടിലാണ് ഞാൻ മരിച്ചു പോയത്. അല്ലാണ്ട് ഇവരോട് എന്താ പറയുക? അപ്പം അങ്ങനെയാണ് അത്. ഓരോരുത്തർ ആ ഒരു ദോഷത്തിനെ നോക്കി നടക്കണവർക്ക് എങ്ങനെയും ദോഷം. പക്ഷെ നമ്മൾ വരുന്നതെല്ലാം നല്ലതെന്ന് നോക്കി വരുന്നതിനെയെല്ലാം എന്ത് തന്നെ ജീവിതത്തിൽ വരുമ്പോൾ അത് പോസിറ്റീവായിട്ട് കണ്ടു നോക്കൂ അതിന്. അപ്പം നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് മനോഭാവമായിരിക്കും. നമ്മളുടെ മനസ്സിലൊക്കെ എന്ത് വ്യത്യാസങ്ങളുണ്ടാവുമെന്നറിയോ? ഒരാൾക്കും നമ്മളെ മാറ്റാൻ പറ്റില്ല, നമ്മൾ സ്വയം മാറണം. ഒരാൾക്കും സാധിക്കില്ല നമ്മളെ മാറ്റാൻ, നമ്മൾ സ്വയം മാറുക തന്നെ വേണം. നമ്മൾ ഒരാളെ മാറ്റാനായിട്ട് ഞാനിപ്പോൾ ഇത്രയും കാര്യം ഇവിടെ നിന്ന് പറയുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഇനിയും പരിവർത്തനം വരാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്ന് പറയണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങളൊക്കെ മാറി നിങ്ങളെല്ലാവരും ഉറക്കാൻ നാമം ജപിക്കുന്നു വിചാരിച്ചിട്ടൊന്നുമല്ല. എൻ്റെ ഉള്ളിൽ ഉള്ള ആ മാലിന്യങ്ങൾ വന്നു നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഇനിയും വൃത്തിയായി എനിക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ, ഭാഗവതം വായിക്കാൻ, നാരായണീയം വായിക്കാൻ എനിക്ക് കൂടുതൽ ആഗ്രഹവും അതിനോടുള്ള സാഹചര്യവും ഒക്കെ ഉണ്ടാക്കി തരണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് അതൊക്കെ പറയണത്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ നമുക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ട്, അല്ലേ, എപ്പോഴായാലും അതെ, ഏത് നിമിഷത്തിലും ഇത് പോകുമ്പോൾ 7 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി പരീക്ഷിത് മഹാരാജാവിന്. ആ 7 ദിവസം ഈശ്വര കഥകൾ കേട്ട് ഈശ്വരനായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മുമ്പിലും 7 ദിവസം ഉണ്ടല്ലേ, ഒരാഴ്ചയിൽ 7 ദിവസമല്ലേ. അപ്പം നമ്മുടെ മുമ്പിലുള്ള ആ നിമിഷം എത്രയുണ്ടോ ആ സമയത്ത് നമുക്ക് ഈശ്വര ചിന്തയോട് കൂടിയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ. എല്ലാവരെയും സ്നേഹിക്കുക, അത് തന്നെ ഒരു ഈശ്വര പൂജയാണ്. എല്ലാവരെയും ഒരുപോലെ കാണുക, അതൊരു ഈശ്വര പൂജയാണ്. മറ്റുള്ളവരുടെ ദോഷങ്ങളോ മറ്റു പറയാണ്ട് എല്ലാവരുടെയും നന്മ കാണുക, അതൊരു ഈശ്വര പൂജയാണ്. മനസ്സിനെ ശുദ്ധമാക്കാനുള്ള പ്രവർത്തികളാണ് അതൊക്കെ. അപ്പം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നാമം ജപിക്കാം. എല്ലാവർക്കും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ
कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ
ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരയേ നമ ശ്രീഹരേ നമഃ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണായ ഗുരു ഭഗവൻ നമസ്തേ കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാശേശ്വരി നമിക്കുന്നേ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക ഭൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാത്താരിടും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മീ സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെ സത്യം കരേകണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ബർഹാവീരം നടവരവു കർണയോ കർണികാരം വിഭ്രദ്വാസകനകകലിശം വൈജയന്തിഞ്ചമാലാം രദ്രാൻ വേണോരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപതരമണം പ്രാഗശാദീത
ലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ സംഘചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദാസം ശ്രീ ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായൂരപ്പ നാരായണ 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 ഗുരുവായൂരപ്പ 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 ശ്രീ ഹരയേ നമഃ. ലോകമാതാവേ ആദിപരാശക്തി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ 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 അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തിരേണമേ കൃഷ്ണ മദീയ ജന്മം നാരായണ നാരായണ നാരായണ. എല്ലാവരുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. എല്ലാവർക്കും എല്ലാവിധ നന്മകളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ കരുത്ത് നേടിയിട്ട് ശാന്തിയും മനസ്സമാധാനവും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും ഭഗവാന്റെ അപാരമായ കരുണാകടാക്ഷം കൊണ്ട് ഭഗവാൻ എല്ലാവിധത്തിലെ ദുഃഖങ്ങളെയും തീർത്ത് എപ്പോഴും ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം.